ഇടുക്കി ജില്ലയിലെ അടിമാലി മേഖലയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. 2.5 മാസമായി തുടരുന്ന പ്രതിസന്ധിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ബുക്കിംഗ് നടത്തിയാലും സിലിണ്ടർ ലഭിക്കാത്തതും കരിഞ്ചന്തയിൽ അമിത വിലയ്ക്ക് വിതരണം ചെയ്യുന്നതും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടതോടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് നടത്താനിരുന്ന സമരപരിപാടികൾ താൽക്കാലികമായി മാറ്റിവെച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിലും ഉടുമ്പൻചോല താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഗ്യാസ് വിതരണം പൂർണ്ണമായും നിലച്ച മട്ടാണ്. അടിമാലി, പള്ളിവാസൽ, വൈസന്മാലി, കൊന്നത്തടി, മാങ്കുളം, ഉടുമ്പൻചോല തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 40 കിലോമീറ്റർ വരെ ദൂരത്തു നിന്നും ടാക്സി വിളിച്ചാണ് പലരും അടിമാലിയിലെ വിതരണ കേന്ദ്രത്തിൽ എത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗ്യാസ് ഏജൻസികൾക്ക് മുൻപിൽ കാത്തുനിന്നാലും പലർക്കും സിലിണ്ടർ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. ഓരോരോ ഗുണഭോക്താക്കളുടെ മൊബൈലിനകത്തേക്ക് OTP നമ്പർ വരികയും അതിനനുസരിച്ച് ഡെലിവേർഡായി എന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതാത് പ്രദേശങ്ങളിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അടിമാലിലുള്ള ഒരു ഓഫീസിൽ ചെന്നാൽ അവിടെ നിന്ന് ലഭിക്കുന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ നിന്ന് കഴിയുമ്പോൾ 4 മണിയായി കഴിയുമ്പോൾ അവർ പറയും കുറ്റി ലഭ്യമല്ലെന്ന് പറയും. 1400 ഉറുപ്പിക വേണം ഏകദേശം കാര്യത്തോട്, പള്ളിവാ, അതുപോലെ തന്നെ ഉടുമ്പൻചോലയിൽ നിന്നും കൊന്നത്തടി, തിങ്ങൾക്കാട്, ചുരുളി, മല്ലാക്കുടി, അതുപോലെ മുതിരപ്പുഴ, ബൈസവാട് മേഖലകൾ, പള്ളിവാസൽ തുടങ്ങിയ മേഖലകളിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ വിതരണത്തിലെ ക്രമക്കേടുകൾക്കെതിരെയും കടുത്ത ആരോപണമാണ് ഉയരുന്നത്. സാധാരണ 1000 രൂപയോളമുള്ള സിലിണ്ടറിന് കരിഞ്ചന്തയിൽ 2500 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ലഭിക്കുന്നതിന് മുൻപേ ഡെലിവറി പൂർത്തിയായി എന്ന മെസ്സേജ് ഫോണുകളിൽ എത്തുന്നതായും പരാതിയുണ്ട്. കല്ലാർ, കുരിശുപാറ തുടങ്ങിയ ഇടങ്ങളിൽ നെറ്റ്വർക്ക് പ്രശ്നം മൂലം OTP ലഭിക്കാത്തതും വിതരണക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള തർക്കത്തിന് കാരണമാകുന്നു. പ്രശ്നത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് പരാതി അവതരിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിനിധി സംഘം കളക്ടറെ കണ്ടത്. മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ ഞങ്ങൾ ഈ പരാതി നേരത്തെ ഉന്നയിച്ചതാണ്. പക്ഷേ അതെല്ലാം ഇവരുടെ ഏജൻസികളുമായുള്ള ഒരു കള്ളക്കളിയുടെ ഭാഗമായി അവർ ആ പരാതികൾ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ജില്ലാ സപ്ലൈ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളത്. അവരുടെ പേരിൽ കാരണം തീവ്രമായി ഓരോ വീട്ടിലേക്കുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരവരുടെ വീടുകളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയാതെ ഗ്യാസിനെ തീവെട്ടിക്കൊണ്ട് നടത്തുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇടുക്കിയിൽ നമുക്ക് അടിമാലി മേഖലയിൽ പ്രത്യേകിച്ച് കാണുവാൻ കഴിയുന്നത്. അതിനുള്ള അടിയന്തര നടപടി 2 ദിവസം സ്വീകരിക്കാമെന്നാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്. പ്രശ്നത്തിന്റെ ഗൗരവം ജില്ലാ കളക്ടറെ ബോധ്യപ്പെടുത്തിയെന്നും 2 ദിവസത്തിനകം ശാശ്വതമായ പരിഹാരം കണ്ടെത്താമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതായും ജനപ്രതിനിധികൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ബിജു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുളസി ഭായ്, മെമ്പർമാർ അൻസാരി ബാബു കൊന്നയ്ക്കൽ, ഉഷ രാമകൃഷ്ണൻ, അമ്പിളി സലീലൻ, ഷേർലി ജോർജ്, ഷീബ കോശി എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി.